ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിഗ്നാസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സും, അതായത് എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട്സും എന്ന നിലയിലാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ വക ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീടിൻ്റെ മേലെ കയറി ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് വ്യൂ. നല്ല പച്ചപ്പ് വിരിഞ്ഞ നല്ല മനോഹരമായൊരു പ്ലേസാണ് എൻ്റെ വീടിന് ചുറ്റും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇത് കണ്ടുകൊണ്ട് നമുക്ക് കിച്ചണിലേക്ക് കയറിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ഫ്രൈഡേ ആട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് കുട്ടികളുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇന്ന് ഈ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാട്ടോ. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അപ്പത്തിന് എന്താ കറി ഉണ്ടാക്കിയെന്ന് വരെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ അടുത്ത് വരുമ്പോഴേ ഇങ്ങനെ കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് എടുക്കാൻ നമുക്കൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, രാവിലെ അപ്പം ഉണ്ടാക്കി, എഗ്ഗ് കറി ഉണ്ടാക്കി, പിന്നെ ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ, അതായത് ഫിഷ് ഉണ്ട്, മിക്ക ദിവസം ഫിഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കറി വെച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മിക്ക ദിവസവും പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോണ ദിവസങ്ങളിൽ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഈ 2 ഐറ്റവും അങ്ങനെ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒട്ടും ഇഷ്ടമല്ല. എന്നോട് ഉണ്ടാക്കണ്ടെന്ന് പറയും. പക്ഷെ നമുക്ക് തട്ടിക്കൂട്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതി നമ്മളങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിള്ളേരുടെ വക നല്ല ഇത് കിട്ടുകയും ചെയ്യും, എനിക്ക് നല്ലൊരു വഴക്ക്. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്ന ഒരു സാധനം കേട്ടോ, ചീര, നല്ല പച്ച ചീര. അപ്പോൾ ഞാൻ ചീര അരിയുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഞാൻ ചീര അരിഞ്ഞു, അത് ഒന്ന് തോരൻ വെച്ചു. പിന്നെ എനിക്ക് വീട് ക്ലീൻ ചെയ്യണം കേട്ടോ. എനിക്ക് വീട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ക്ലീൻ ചെയ്ത ഒരു പ്രശ്നമുണ്ട്. ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് ആ ടൈല് തേഞ്ഞു പോകും, അതുപോലെ കേട്ടോ തൊട. അപ്പോൾ എൻ്റെ ഒരു ഭാഗത്തെ തൊട കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, അപ്പുറം തുടച്ചത് വൃത്തിയായില്ലല്ലോ, അപ്പോൾ ഇതിലും മനോഹരമായിട്ട് അപ്പുറം തുടച്ചേക്കാം എന്ന് കരുതി അങ്ങോട്ട് മാറുക. അങ്ങനെ തുടച്ച് ആ ടൈല് എപ്പോഴാണോ തേഞ്ഞു പോണേ അതുപോലെയാണ് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണമല്ലോ, ആനുവൽ ഡേ ആണ്. അപ്പോൾ മോള് ഡാൻസിനും ക്ലാസിക്കൽ മ്യൂസിക്കിനും ഉണ്ട്. അപ്പോൾ അവളെ നേരത്തെ കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ഒരു 1:30 ആയപ്പോൾ അവളെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ ഒരു സന്ധ്യ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഫിലിം ആക്ടർ സുമേഷ് ചന്ദ്രനാണ് കേട്ടോ. പുള്ളി കുറേ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ദൃശ്യം 2-ലും പിന്നെ ഒരു ജവാനും മുല്ലപ്പൂവോ അങ്ങനെ എന്തോ ഒരു ഫിലിമിലൊക്കെ. ദൃശ്യമാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാം. കാരണം അതിൽ നല്ല ഒരു റോളായിരുന്നു പുള്ളിക്ക്, ഒരു കള്ളുടീൻ്റെ റോളായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയാണ് ഞാൻ സുമേഷ് ചന്ദ്രൻ എന്ന ആക്ടറിനെ ഞാനിങ്ങനെ അറിയുന്നത്. പിന്നെ എൻ്റെ മക്കളുടെ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു, നല്ല ക്ലാസിക്കൽ മ്യൂസിക്. ഇതിലെൻ്റെ മോളുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അവൾ പാടി. പിന്നെ അവൾക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണിത്. അവൾ നന്നായിട്ട് ഡാൻസ് കളിച്ചു, അതെനിക്കിഷ്ടമായി. പിന്നെ വലിയ കുട്ടികളെയും കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ പരിപാടി കേട്ടോ കൂടുതൽ കാണാൻ സൂപ്പറാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസം തോന്നുന്നത് ചെറിയ കുട്ടികളുടെ പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തിലേക്ക് അങ്ങ് പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, എനിക്കറിയാം 90s ജനിച്ച പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാവരും പിള്ളേരൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ അപൂർവമായിട്ടാണ് സ്കൂളിൽ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അയവിറക്കിക്കൊണ്ടിരുന്നു. പിന്നെ പരിപാടി തീർന്നത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.